നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചയും ഉച്ചകഴിഞ്ഞുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 13 ജൂലൈ 2025 ഞായർ. നമ്മൾ ഈ മാസത്തെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ആദ്യത്തെ 3 ട്രേഡിംഗ് സെക്ഷനിലും ട്രേഡിംഗ് സ്റ്റേബിൾ ആയിരുന്നെങ്കിൽ കൂടിയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മുടെ മാർക്കറ്റിന്റെ ഗ്രിപ്പ് നഷ്ടപ്പെടുന്ന കാഴ്ച കാണുവാനായിട്ട് ഇടയായി. ഇതിലേക്ക് പ്രധാനമായും നയിച്ചത് ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങളും ആശങ്കകളും വർദ്ധിക്കുന്നതിനാലും ട്രംപ് ഓരോരോ രാജ്യങ്ങൾക്കുള്ള ട്രേഡ് താരിഫിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിനാലും അതേ തുടർന്ന് ഇന്ത്യൻ രൂപയിൽ ഉണ്ടാകുന്ന വോൾട്ടാലിറ്റിയും ഓയിൽ പ്രൈസിനുണ്ടാകുന്ന വോൾട്ടാലിറ്റിയും TCSന്റെ ക്വാർട്ടർ 1 ഏർണിങ്സ് മോശമായി വന്നതിനെ തുടർന്ന് അത് ഈ പ്രാവശ്യം നമ്മുടെ മാർക്കറ്റിലെ ക്വാർട്ടർ 1 ഏർണിങ്സിന്റെ പ്രതീക്ഷകളിലുള്ള മങ്ങൽ ഏൽപ്പിച്ചതിനാലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും തുടർച്ചയായി വരുന്ന സെല്ലിങ്സും ടെക്നിക്കൽ ഫാക്ടേഴ്സ് ഒക്കെയാണ് നമ്മുടെ മാർക്കറ്റിനെ ലാസ്റ്റ് 2 സെക്ഷനോട് കൂടിയിട്ട് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ കാരണമായത്. അതുപോലെ ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ ട്രംപ് യൂറോപ്യൻ യൂണിയനെതിരെയൊക്കെ പുതിയ താരിഫ് നയങ്ങളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയിൽ വീക്ക്ലി ബേസിസിൽ നിഫ്റ്റിക്ക് 1% നഷ്ടം നേരിടുകയുണ്ടായി. നമ്മൾ കണ്ടു നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് 21,049 എന്ന ലെവലിലാണ്. സോ വെള്ളിയാഴ്ചത്തെ ഫോളോയോടുകൂടി നിഫ്റ്റി അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് അവറേജസ് ആയ 10 ഡേ 20 ഡേ EMA ഒക്കെ താഴേക്ക് പതിക്കുകയുണ്ടായി. വെള്ളിയാഴ്ചയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ക്യാഷ് മാർക്കറ്റിൽ 5,104 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ നടത്തിയത്. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3,558 കോടി രൂപയുടെ ബൈ നടത്തുകയുണ്ടായി. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നിലവിൽ 10,284 കോടി രൂപയ്ക്ക് നെറ്റ് സെല്ലേഴ്സ് ആണ് നമ്മുടെ മാർക്കറ്റില് ജൂലൈ മാസത്തിൽ മാത്രം. ഇനി നമുക്ക് ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും 7 കാര്യങ്ങളായിരിക്കും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ ഈ ആഴ്ച സ്വാധീനിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ ക്വാർട്ടർ 1 ഏർണിങ്സ് തന്നെയായിരിക്കും. നമ്മൾ കണ്ടു നിഫ്റ്റി 50യിലും നിഫ്റ്റി IT ഇൻഡെക്സിലും ആദ്യമായിട്ട് TCSന്റെ റിസൾട്ട് ആയിരുന്നു പ്രസിദ്ധീകരിച്ചത്. നിറം മങ്ങിയ ഒരു റിസൾട്ട് വന്നതുകൊണ്ട് തന്നെ അത് നമ്മുടെ വിപണിയെ 2 ദിവസമായിട്ട് പുറകോട്ട് വലിക്കുന്ന കാഴ്ചയും കണ്ടു. ഈ ആഴ്ചയിൽ പ്രധാനപ്പെട്ട കമ്പനികളായ HCL ടെക് മഹേന്ദ്ര, ആക്സിസ് ബാങ്ക്, ICIC ബാങ്ക്, വിപ്രോ, JSW സ്റ്റീൽ, എൻലാൻഡ് ഫൈനാൻസ്, HDFC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങി ഹെവി വെയ്റ്റ്സ് സ്റ്റോക്കുകളുടെയൊക്കെ ക്വാർട്ടർ 1 ഏർണിങ്സ് പ്രസിദ്ധീകരിക്കും. സോ ഡൊമസ്റ്റിക്കലി ഈ കമ്പനികളൊക്കെ പുറത്തുവിടുന്ന ക്വാർട്ടർ 1 ഏർണിങ്സ് ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ ലോക്കലായിട്ട് തീരുമാനിക്കും. സോ ക്വാർട്ടർ 1 ഏർണിങ്സ് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ ഈ ആഴ്ച സ്വാധീനിക്കാൻ പോകുന്ന ഘടകം ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഡാറ്റകൾ തന്നെയാണ്. WP ഇൻഫ്ലേഷൻ ഡേറ്റയും CPI ഡേറ്റയൊക്കെ 14 ജൂലൈ അതായത് നാളെ തിങ്കളാഴ്ച റിലീസിംഗ് ഉണ്ട്. സോ അതും കീനായിട്ട് വാച്ച് ചെയ്യണം. ഈ 2 ഇവന്റുകളും ലോക്കലി നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നത് തന്നെയാണ്. മൂന്നാമതായിട്ട് തീർച്ചയായിട്ടും ഗ്ലോബൽ ഇവന്റ്സ് തന്നെയായിരിക്കും നമ്മുടെ മാർക്കറ്റിനെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഗ്ലോബലി നമുക്കറിയാം ഇപ്പോൾ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഇതുവരെ ക്ലിയർ കട്ടായിട്ട് ഒരു കാര്യങ്ങളും പ്രഖ്യാപിക്കുന്നില്ല. ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളാണ് പ്രഖ്യാപിക്കുന്നത്. അതുകൂടാതെ തന്നെ ട്രംപും എലോൺ മസ്കും തമ്മിലുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ട്രംപ് വന്നോ അല്ലെ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ഭാഗത്തു നിന്നോ ഓരോരോ രാജ്യങ്ങൾക്കുള്ള ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട കത്തുകൾ കൈമാറുന്നു അല്ലെ അറിയിപ്പുകൾ വരുന്നു. അതുപോലെ തന്നെ ട്രംപിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയനെതിരെ 30% അഡീഷണൽ താരിഫ് ട്രംപ് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനോടുകൂടി അദ്ദേഹം ആഡ് ചെയ്യുകയുണ്ടായി. ഇതിന്റെ ഭാഗമായിട്ട് ഇനി അവർ എത്ര ശതമാനമാണോ അമേരിക്കൻ പ്രോഡക്റ്റുകൾക്കെതിരെ ഇമ്പോർട്ടിന് ഡ്യൂട്ടി ചുമത്തുന്നത്, എത്ര ശതമാനമാണോ അത്ര ശതമാനവും ഈ 30% കൂടെ അഡീഷണൽ ആയിട്ട് ചേർക്കുമെന്ന്. സോ ഇത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നാളത്തെയും മറ്റന്നാളത്തെയൊക്കെ മാർക്കറ്റിൽ ഉടനടി തന്നെ ഇതിന്റെ റിസൾട്ട് വ്യക്തമാകും. സോ ഇതിന്റെ ഒരു റിസൾട്ടും അടുത്ത ആഴ്ചത്തെ മാർക്കറ്റിന്റെ ഗതിയെ സ്വാധീനിക്കും. യൂറോപ്യൻ യൂണിയനിൽ 27 രാജ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല ഗ്ലോബലായിട്ട് ഈ ആഴ്ച ഹൈ ഇമ്പാക്ട് ഉള്ള ചില ഗ്ലോബൽ ഇവന്റ്സ് കൂടി ഉണ്ട്. 15-ാം തീയതി ചൊവ്വാഴ്ച അമേരിക്കയിൽ നിന്നും 6 മണിയോടുകൂടി നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം ജൂൺ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റ് മന്ത് ഓൺ മന്ത്, ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, കോർ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, കോർ ഇൻഫ്ലേഷൻ റേറ്റ്
മന്ത് ഓൺ മന്ത് തുടങ്ങിയ ഡേറ്റാസ് വരുന്നുണ്ട്. അതുകൂടാതെ ബുധനാഴ്ച രാവിലെ 11:30 കൂടിയിട്ട് UK-യിൽ നിന്നും ഇൻഫ്ലേഷൻ റേറ്റ് ജൂണിലെയും വൈകുന്നേരം 6 മണിക്ക് അമേരിക്കയിൽ നിന്നും PPI ഡേറ്റ ജൂൺ മാസത്തെയും വരുന്നുണ്ട്. വ്യാഴാഴ്ച രാവിലെ 5:20 കൂടി ജപ്പാനിൽ നിന്നുള്ള ബാലൻസ് ഓഫ് ട്രേഡ്, 11:30 കൂടിയിട്ട് UK-യിൽ നിന്നും അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, വൈകുന്നേരം 6 മണിയോടുകൂടി റീറ്റെയിൽ സെയിൽസ് ജൂൺ മാസത്തെ അമേരിക്കയിൽ നിന്നും വരുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം അമേരിക്കയിൽ നിന്നും ഹൗസിംഗ് ഡേറ്റ ജൂൺ മാസത്തെയും റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക. അടുത്ത ആഴ്ചത്തെ പൊസിഷനൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. നാലാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ ഈ ആഴ്ചയിൽ സ്വാധീനിക്കുന്ന ഘടകം നമ്മുടെ മാർക്കറ്റിൽ വരാൻ പോകുന്ന IPOs തന്നെയാണ്. പ്രധാനമായിട്ടും ക്രിസാൻ ലിമിറ്റഡ്, ഗ്ലെൻ ഇൻഡസ്ട്രീസ് തുടങ്ങിയവയുടെ IPO ഒക്കെ വരുന്നുണ്ട്. കൂടാതെ മറ്റ് ഒട്ടനവധി IPOs പൈപ്പ് ലൈനിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ആഴ്ച ലിസ്റ്റ് ചെയ്യപ്പെടുന്നതും സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ആകാൻ പോകുന്ന IPOs ഒക്കെ ഈ ആഴ്ച നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെയും സ്വാധീനിക്കാൻ ഏറെ സാധ്യതകളുണ്ട്. അഞ്ചാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ടിവിറ്റീസ് തന്നെ ആയിരിക്കും. കാരണം തുടർച്ചയായി 4 മാസങ്ങളുടെ കണ്ടിന്യൂസ് ബൈയിങ്ങിന് ശേഷം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ എങ്കിൽ ജൂലൈയിൽ അവർ നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് മാറുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഉടലെടുത്താലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് തുടരുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗ്രിപ്പ് നഷ്ടപ്പെട്ട് മാർക്കറ്റ് താഴേക്ക് പോകുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ആറാമതായിട്ട് നമ്മുടെ മാർക്കറ്റിന്റെ ടെക്നിക്കൽ ഫാക്ടേഴ്സ് തന്നെയാണ് ഈ ആഴ്ചത്തെ മാർക്കറ്റിന്റെ ഗതിയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം. നിലവിലെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ചത്തെ ഫോളോട് കൂടിയിട്ട് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജസ് ആയ 10 ഡേ 20 ഡേ EMA ഒക്കെ താഴേക്ക് പതിച്ചു, ഇൻക്ലൂഡിംഗ് 21 ഡേ EMA ഓൾസോ. വെള്ളിയാഴ്ച ഇടിവോട് കൂടിയിട്ട് നിഫ്റ്റി അതിന്റെ 200 അവർലി മൂവിംഗ് ആവറേജസിന്റെ സപ്പോർട്ട് ലൈനിന്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു ലൈനിൽ നിഫ്റ്റി സപ്പോർട്ട് എടുക്കോ ഇല്ലയോ എന്നൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. ഏഴാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ തന്നെയായിരിക്കും. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ വീക്ക്ലി ബേസിസിൽ ഇന്ത്യൻ രൂപ 0.11% ഇടിവ് നേരിടുകയുണ്ടായി. അമേരിക്കൻ ഡോളർ ഉയരുന്നത് കൊണ്ട് തന്നെ എമർജിംഗ് മാർക്കറ്റുകളുടെ കറൻസികളൊക്കെ അതനുസരിച്ച് ഫോൾ ആകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. തൽഫലമായിട്ട് അനലിസ്റ്റുകളുടെ ഒക്കെ അഭിപ്രായ പ്രകാരം ഈ ആഴ്ചയിൽ ഇന്ത്യൻ രൂപ 85 രൂപ 25 പൈസയ്ക്കും 86 രൂപ 20 പൈസയ്ക്കും എന്നീ റേഞ്ചുകളുടെ ഇടയിലുള്ള ഒരു വ്യാപാരമായിരിക്കാം ഇന്ത്യൻ രൂപയിൽ കാണുവാൻ സാധിക്കുക എന്നതാണ് അഭിപ്രായം. പക്ഷെ അതിനൊന്നും ഉറപ്പില്ല. കാരണം മാർക്കറ്റാണ്, എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മാറി മറിയാം എന്നൊരു കാര്യം കൂടി മനസ്സിൽ ഓർക്കുക. സോ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഉയർച്ച ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിലേക്ക് ആകർഷിക്കും. അല്ലെങ്കിൽ അവർ വീണ്ടും സെല്ലിംഗ് കൂട്ടുവാൻ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് കാരണമാകും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ആഴ്ചത്തെ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ നിർണ്ണയിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതുണ്ട്. നിലവില് അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം നമ്മുടെ മാർക്കറ്റിലെ സ്റ്റോക്കിന്റെ വാല്യുവേഷൻസ് ഒക്കെ ഓവർ വാല്യൂഡ് ആണ്, അട്രാക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിന് മുന്നോട്ടുള്ള ഒരു കുതിപ്പിന് സാധ്യമാകാത്തതും. സോ Q1 ഏർണിംഗ്സ് ആണ് ഇനി നമ്മുടെ മാർക്കറ്റിനെ ട്രിഗർ ചെയ്യുവാനുള്ള ലോക്കലി ആയിട്ടുള്ള ഒരു പ്രധാന ഇവന്റ്. അപ്പോൾ Q1 ഏർണിംഗ്സ് നല്ല രീതിയിൽ വരികയാണെങ്കിൽ അത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെയും നിക്ഷേപകരെയൊക്കെ നമ്മുടെ മാർക്കറ്റിൽ വീണ്ടും ആകർഷിക്കാം. പക്ഷേ Q1 ഏർണിംഗ്സും അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ രൂപയിൽ ഉണ്ടാകുന്ന ഇടിവും തുടർച്ചയായി വരികയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ മോശമായിട്ടും ബാധിക്കാൻ സാധ്യതകൾ ഏറെയാണ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ജൂലൈ 16 ബോർഡ് മീറ്റിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ റൈസിംഗുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ. റിലീഗെയർ എന്റർപ്രൈസസ് 1500 കോടി രൂപയുടെ ഫണ്ട് റൈസിംഗ് പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് വഴിയായിട്ട് പ്രൊമോട്ടേഴ്സിൽ നിന്നും സ്വീകരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ് കമ്പനിയുടെ Q1 ഏർണിംഗ്സ് ജൂലൈ 18 പ്രസിദ്ധീകരിക്കുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. BEML സ്റ്റോക്ക് സ്പ്ലിറ്റുമായിട്ടുള്ള കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി ബോർഡ് മീറ്റിംഗ് 21 ജൂലൈയിൽ വിളിച്ചതായിട്ടുള്ള വാർത്തകൾ. ഹുണ്ടായി മോട്ടോർ ഇന്ത്യ ഗ്ലോബൽ ബ്രോക്കറേജിംഗ് സ്ഥാപനമായ നൗമ സ്റ്റോക്കിന് ബൈ റേറ്റിംഗ് നൽകുകയുണ്ടായി. അവരുടെ അഭിപ്രായ പ്രകാരം ഫിനാൻഷ്യൽ ഇയർ
2030 കൂടിയിട്ട് 26 സെഗ്മെന്റുകളിലുള്ള വാഹനങ്ങൾ ഇന്ത്യയിൽ കമ്പനിയുടെ കയ്യിൽ ഉണ്ടാകും. അതുമാത്രമല്ല, സാമ്പത്തിക വർഷം 2028 കൂടിയിട്ട് ഇന്ത്യൻ മോട്ടോർ മാർക്കറ്റിൽ 15% കമ്പനിയുടെ പാർട്ടിസിപ്പേഷൻ ഉയരുമെന്നും പറയുന്നു. ടാറ്റ എലക്സായി മോശമായ Q1 ഏർണിംഗ്സ് വന്നതിനെ തുടർന്ന് ബ്രോക്കറേജുകൾ സ്റ്റോക്കിന് ബെയറിഷ് ഔട്ട്ലുക്ക് നൽകുകയുണ്ടായി. തൽഫലമായിട്ട് തന്നെ വെള്ളിയാഴ്ച ഇൻട്രാഡേ ബേസിസിൽ 7% സ്റ്റോക്കിൽ ഇടിവും രേഖപ്പെടുത്തി. വേൾപൂൾ ഇന്ത്യ നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ സ്റ്റേക്ക് 5.0091% ഉയർത്തി എന്നുള്ള വാർത്തകൾ. ഏവർക്കും നല്ല ഒരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.